ദല്ലൽനാഹാ ലഹും ഫമിൻഹാ റകൂബുഹും വമിൻഹാ യഅ്കുലൂൻ. ആ കാലികളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു. വലഹും ഈ ആളുകൾക്കുണ്ട്, അവർക്കുണ്ട്, ഫീഹ ഈ കാലുകളിൽ മനാഫിഉ. മനാഫി എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ. ആ ഉപകാരങ്ങളിൽ പെട്ടതാണ് എന്ത്? ഈ കാലികളുടെ തോല് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? വജഅല ലക്കും ഫീ ജുലൂദിൽ അൻആമി ബുയൂത. അല്ലാഹു പറഞ്ഞില്ലേ, വജഅല ലക്കും ഫീ ജുലൂദിൽ അൻആമി ബുയൂതൻ. അൻആമിൻ്റെ കാലികളുടെ തോലുകൾ കൊണ്ട് എന്തുണ്ട്? തോലുകൾ കൊണ്ട് ബുയൂത്ത് ഉണ്ടാക്കിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബുയൂത്ത് ഉണ്ടാക്കി. അപ്പോൾ ഈ പിന്നെ തോൽക്കുടിലുകൾ, രോമക്കുടിലുകൾ ഒക്കെ പിന്നെ അന്ന് അറബികൾക്കുണ്ട്. രോമക്കുടിലുകൾ എന്തുകൊണ്ടാണ്? കാലികളുടെ രോമങ്ങൾ കൊണ്ടാണ്. തോൽക്കുടിലുകൾ എന്തുകൊണ്ടാണ്? തോലുകൾ കൊണ്ടാണ്. ഇതൊക്കെ ഈ ആളുകൾക്കറിയാം, ഈ പിന്നെ കാലികളുടെ ധർമ്മങ്ങൾ. അതേപോലെ തന്നെ പിന്നെ സൂറത്ത് നഹലിന് നഈൻ എന്നില്ലേ, ഈ നഹലിൻ്റെ തുടക്കം നിങ്ങൾ ഓതി നോക്കിയേ. ആ സൂറത്ത് നഹലിൻ്റെ തുടക്കത്തിൽ കാലികളെ കുറിച്ചാണ് കാര്യമായിട്ട് പറയുന്നത്. അതിൽ ഖൈലിനെ കുറിച്ച്, കുതിരകളെക്കുറിച്ച്, അതേപോലെ ബിഗാലിനെ കുറിച്ച്, ഹമീറിനെ കുറിച്ച് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് അവർക്ക് വാഹനങ്ങളാണ്, അവർക്ക് സൗന്ദര്യമാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അല്ലാഹു പറയുന്നില്ലേ, വമിൻ ഔബാരിഹ വ അസ്വാഫിഹ വ അഷ്ആരിഹ അസാസൻ വ മതാഅൻ ഇലാ ഹീൻ. കാലികളുടെ ഔബാർ. എന്താ ഔബാർ? വബർ കാലികളുടെ കൂടകളാണ്. അതേപോലെ തന്നെ അത് അസ്വാഫിഹ കാലികളുടെ സൂഫ്. അതേപോലെ തന്നെ അഷ്ആർ കാലികളുടെ ഷാർ മുടിയാണ്, സൂഫ്. അതേപോലെ തന്നെ വബർ, ഇതൊക്കെ വേറെ വേറെയാണ്. പൂടകളുണ്ട്, അതേപോലെ തന്നെ രോമങ്ങളുണ്ട്, അതേപോലെ തന്നെ മുടികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മൂന്നിനെ എണ്ണി. ഒമിൻ ഔബാരിഹ കാലികളുടെ വബറുകൾ, വ അസ്വാഫിഹ കാലികളുടെ സൂഫുകൾ, വ അഷ്ആരിഹ കാലികളുടെ ഷാറുകൾ ഒക്കെ വേറെ വേറെയാണ്. ഓരോന്നിനും ധർമ്മവും വേറെയാണ്. പൂട കൊണ്ടുണ്ടാക്കുന്നത് വേറെയാണ്, അതേപോലെ തന്നെ രോമം കൊണ്ടുണ്ടാക്കുന്നത് വേറെയാണ്, മുടി കൊണ്ടുണ്ടാക്കുന്നത് വേറെയാണ്. ഇതൊക്കെ കാലികളുടെ വ്യത്യസ്ത എന്താണ് പിന്നെ കാലികളിലൂടെയുള്ള അനുഗ്രഹങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെയാണ് പറയുന്നത്. വലഹും ഫീഹാ മനാഫിഉ. ഈ കാലികളിൽ അവർക്ക് എന്തുണ്ട്? കുറേ മനാഫിഉകളുണ്ട്. അതതിൻ്റെ തോലല്ലാത്ത തോലിൻ്റെ പുറത്തുള്ള മുടികൾ, രോമങ്ങൾ, പൂടകൾ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ തോലോ ഇപ്പം നമുക്കറിയാം, കാലികളുടെ തോലുകൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മനാഫിയ. പിന്നെ നമ്മളിവിടെ പറഞ്ഞതുപോലെ കാലികളെ വിൽക്കാൻ, വാങ്ങാൻ, അതേപോലെ തന്നെ വാഹന സവാരിക്ക്, യുദ്ധങ്ങൾക്ക്, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ മാംസാഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ അത് വേറെ. പിന്നെ മശാരിബ് എന്താണ്? കാലികളിൽ എന്താ മശാരിബ്? പാല് അല്ലേ, ലബൻ, കാലികളുടെ പാല്. അതേപോലെ പിന്നെ ചില കാലികളുടെ മൂത്രം അല്ലേ ചികിത്സയായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് ഒട്ടകത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയല്ലേ. ഗോമൂത്രത്തെക്കുറിച്ച് പിന്നെ അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല. ഹദീസിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ലഹ്മും അതിൻ്റെ ഷഹ്മുമാണ്, നെയ്യും അതേപോലെ തന്നെ മാംസവുമാണ്. ഈ ഒട്ടകത്തിന് ദാഹിച്ച അവസരത്തിൽ ഒട്ടകത്തിൻ്റെ പിന്നെ ഇതുണ്ടല്ലോ പൂഞ്ഞ പിഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാവും. അത് ഉപയോഗിച്ചത് നമ്മൾ ചില ചരിത്രങ്ങളിൽ വായിക്കും. അതായത് മരിപ്പറമ്പിൽ വെള്ളം ലഭിക്കാത്ത സമയത്ത് ഈ ഒട്ടകങ്ങളുടെ പൂഞ്ഞയിൽ നിന്ന് വെള്ളം എടുത്തുപയോഗിച്ചത്. തബൂക്ക് യുദ്ധത്തിൻ്റെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ ദാഹിച്ച് വലഞ്ഞ അവസരത്തിൽ അങ്ങനത്തെ ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കിട്ടാനില്ല, ദുർലഭം. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ ഒട്ടും വെള്ളമല്ല, തബൂക്കയിലേക്ക് എത്ര ദൂരമുണ്ട്. അപ്പം മരുഭൂമിയിൽ വരുന്ന രീതിയിൽ നിന്ന് ഒട്ടകത്തെ ഇറക്കുമ്പോൾ അതിൻ്റെ ഈ ഒട്ടകം ഉണ്ടല്ലോ, വെള്ളം ശേഖരിക്കുമല്ലോ, അപ്പോൾ അത് എടുത്ത് പിഴിഞ്ഞുപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് തബൂക്കിലേക്ക് പോണത്. അപ്പോഴാണ് തബൂക്കിൽ വഴിയിൽ അലുല വരുന്നത്. അലുല എന്താ? സമൂത് ഗോത്രം നശിപ്പിക്കപ്പെട്ട അവിടെ വെള്ളമുണ്ട്, പക്ഷേ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്താണ്, അവിടെ ഉള്ളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചിലർ വേഗം വെള്ളം കണ്ടപ്പോഴത്തേക്ക് വെള്ളം എടുത്ത് വെക്കുകയും പിന്നെ മാവൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ പരീക്ഷണം, അൽഹംദുലില്ലാഹ്, പരീക്ഷണത്തിൽ അവരൊക്കെ വിജയിക്കുകയും ചെയ്ത്.
വലഹും ഫിഹാ മനാഫിഉ വ മശാരിബു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, അഫലാ യഷ്കുറൂൻ, അഫലാ യഷ്കുറൂൻ. എന്താ അഫലാ യഷ്കുറൂൻ? അവർ നന്ദി കാണിക്കുന്നില്ലേ, അവർ നന്ദി കാണിക്കുന്നില്ലേ? ഈ ചോദ്യം ആദ്യം ആരുടെ നേരെയാണ്? അള്ളാഹിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ആളുകളോടാണ്. അതായത് മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ വിശിഷ്യ അവർ അള്ളാഹ്ക്ക് പുനഃസൃഷ്ടി നടത്താൻ കഴിയൂല, പുനഃസൃഷ്ടി നടത്താൻ അള്ളാഹ്ക്ക് സാധ്യമല്ല എന്ന് ജൽപ്പിക്കുന്നവരാണ്, വാദിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് അവർ മനസ്സിലാക്കുന്ന, സമ്മതിക്കുന്ന, അനുഭവിക്കുന്ന കാര്യങ്ങളെ എണ്ണിയിട്ട് അവരോട് അള്ളാഹിൻ്റെ കഴിവിനെ ഉണർത്തുകയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് കഴിവില്ലേ എന്നല്ല ചോദിച്ചത്, പിന്നെയോ അഫല യഷ്കുറൂൻ. അള്ളാഹ്ക്ക് കഴിവുണ്ട്, അള്ളാഹിൻ്റെ കഴിവിൽപ്പെട്ടതാണ് ഇതൊക്കെ. അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് എന്താ വേണ്ടത്? അള്ളാഹിൻ്റെ കഴിവിനെ സമ്മതിച്ചിട്ട് അവന് നന്ദി കാണിക്കാണ് വേണ്ടത്. അതാണ് അഫല യഷ്കുറൂൻ. നന്ദികേട് കാണിച്ച് കുഫറിൻ്റെ ആളുകളാകുകയല്ല വേണ്ടത്, പിന്നെയോ ശുക്രിൻ്റെ ആളുകളാകുകയാണ് വേണ്ടത്. അതാണ് അഫല യഷ്കുറൂൻ. അവർ നന്ദി കാണിക്കുന്നില്ലേ? എങ്ങനെ നന്ദി കാണിക്കുക? ശുക്ർ എങ്ങനെ കാണിക്കുക? ആദ്യം ശുക്രിൻ്റെ ആദ്യ സ്റ്റെപ്പ് ആരാണോ അനുഗ്രഹം തന്നത് അവനത് വകവെക്കുക എന്നുള്ളതാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ ആരുടേതാണ്? അള്ളാഹിൻ്റേതാണ്. അത് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, റബ്ബിൻ്റെ നിഅമത്താണ്. ഫഹദ്ദിസ്, അത് പറയണം, ഇത് റബ്ബിൻ്റേതാണ് എന്ന് പറയണം. അതാണ് ശുക്രിൻ്റെ ആദ്യ പടി. പിന്നെ അള്ളാഹ്ക്ക് അൽഹംദുലില്ലാ, നന്ദി പ്രകാശിപ്പിക്കലാണ് അൽഹംദുലില്ലാ. പിന്നെ ഈ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്, അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. അതാണ് ശുക്രിൻ്റെ സ്റ്റെപ്പുകൾ. അഫലാ യഷ്കുറൂൻ, അവർ ശുക്ർ കാണിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനുഗ്രഹങ്ങളെ അനുഗ്രഹദാതാവിലേക്ക് അവർ ചേർക്കുന്നില്ലേ? ഇത് അള്ളാഹിൻ്റെതാണ്. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത് അത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിൽ ഏറെയേറെ അനുഗ്രഹങ്ങൾ എണ്ണാൻ അവസരം ഉണ്ടായ നബിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയപ്പോൾ സുലൈമാൻ നബി പറയുന്ന ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അതാണ് അനുഗ്രഹങ്ങളെ അനുഗ്രഹദാതാവിലേക്ക് ചേർക്കുക. അതാണ് ഒന്നാമത്തേത്. പിന്നെ അവനെ ഹംദ് പറയുക. പിന്നെ ഈ അനുഗ്രഹങ്ങളെ അവന് വഴിപ്പെടുന്ന മാർഗ്ഗേണ, അവനെ തൃപ്തിപ്പെടുന്ന മാർഗ്ഗേണ ഉപയോഗപ്പെടുത്തുക. ഇവർ ഈ ആടുകളെ, കാലികളെ പ്രതിഷ്ഠകൾ കറക്കുമായിരുന്നു. പ്രതിഷ്ഠകൾ കറക്കും, വിഗ്രഹങ്ങൾ കറക്കും. അപ്പോൾ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ജാഹിലിയത്തിൽ പറയുന്നതാണ്, ഈ ആടുകളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ ആടുകൾക്ക് വെള്ളം മഴയാക്കി ഇറക്കിയത് അള്ളാഹുവാണ്. ആ ആടുകൾക്ക് തിന്നാനുള്ള പുല്ല് മുളപ്പിച്ചത് അള്ളാഹുവാണ്. എന്നിട്ട് ആ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നിങ്ങളെ ഈ ആടുകളെ അറക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു എന്നാണ്. അരി സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന മഹാൻ. അദ്ദേഹം ജാഹിലിയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് മരിച്ച വ്യക്തിയാണ്. ഇവരെ ആടുകളെ കൊണ്ടുവന്നിട്ട് അറക്കണത് ആർക്കാണ്? പ്രതിഷ്ഠകൾക്കാണ്, ബിംബങ്ങൾക്കാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കണാണ്, ആടിനെ പടച്ചത് അള്ളാഹു, അതിന് കുടിക്കാനുള്ള മഴ വർഷിച്ചത് അള്ളാഹു, അതിന് തിന്നാനുള്ള പുല്ല് മുളപ്പിച്ചത് അള്ളാഹു, എന്നിട്ട് ആ ആടിനെ നിങ്ങൾ ആ അള്ളാഹു അല്ലാത്തവർക്ക് ബലി അറുക്കുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരുന്നത് എന്നാണ്. കാരണം അത് തികഞ്ഞ നന്ദികേടാണ് എന്നതിനാലാണ്.